ഇഹ്റാം വഴി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ ഭൗതികമായ സംഗതികളും ഹറാമായതൊന്നുമല്ല. എണ്ണ നമുക്ക് സാധാരണ പറ്റൂലേ? സോപ്പ് ഉപയോഗിച്ചുകൂടെ? എല്ലാം പറ്റും. മുടി വെട്ടി സുന്ദരനായിക്കൂടെ? ആകാം. പക്ഷേ ഇഹ്റാം കെട്ടിയാൽ പിന്നെ അത് പറ്റൂല. അപ്പൊ ദുന്യാവിന്റെ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും മൊത്തം മുറിച്ചു മാറ്റിയിട്ട് പടച്ച റബ്ബിൽ ആത്മീകമായി വിലയം ചെയ്യുന്നതിന്റെ പേരാണ് ഹജ്ജ്. കുറേ എല്ലാവരും നടന്നു, ഞാനും നടന്നു. എല്ലാവരും ഓടി, ഞാനും ഓടി. എല്ലാവരും വന്നപ്പോൾ ഞാനും വന്നു. എല്ലാവരും മുടി കളഞ്ഞപ്പോൾ ഞാനും കളഞ്ഞു. ഇതിന് ഹജ്ജ് എന്ന് പറയില്ല. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഹജ്ജ് വഴി മനുഷ്യൻ അവൻ്റെ സാധാരണയുള്ള ബന്ധങ്ങൾക്ക് വലിയ മാറ്റം വരുത്തുന്നു. ചിലപ്പോൾ ഇതിലൂടെ ഓടിക്കളിച്ചവനായിരിക്കും. ഓവാലത്തും വരുന്നിട്ട് രാത്രി ഫുൾ വർത്തമാനം പറഞ്ഞവനായിരിക്കും. കൂട്ടുകാരുടെ പ്രേരണയിൽപ്പെട്ട് പാടില്ലാത്ത ചില സംഗതികളൊക്കെ ചെയ്തവനായിരിക്കും. പക്ഷേ ഹജ്ജ് വഴി ആ കൂട്ടുകാരനെ അവൻ ഒഴിവാക്കുന്നു. അവൻ്റെ ആ ഓവാലത്തെ അവൻ ഒഴിവാക്കുന്നു. പിന്നെ പടച്ച റബ്ബിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് ആദ്യം സാക്ഷ്യം വഹിച്ച പരിശുദ്ധ മക്കയിലൂടെ, ഹറമിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഹറമിൻ്റെ പോരിച്ച പറയേണ്ടതുണ്ട്.